நான் அந்த கோயிலுக்கு தடவை வரேன். திருமலை கோயிலேருந்து பக்கத்தில் தான் அந்த கோயில் இருக்குது, மேற்கரையில். അമ്പലം രണ്ടാത്തോട്ടം തിരക്കി പിടിച്ച് ലാസ്റ്റ് ഒടുവിൽ നമ്മൾ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ஃபாரஸ்ட் ஏரியா ஃபாரஸ்ட் ஏரியா ஆனால் 5 o'clock மேலே அலௌட் இல்லைன்னா அனிமல்ஸ் வரும், அதனால. சரி. ദൈവനിർമ്മം സുടലിമട കാവലാട്ടിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ തെങ്കാശി മേക്കര ഡാമിനടുത്തുള്ള വനഭദ്രകാളി എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഞാനിന്ന് പോകുന്നത്. ഞാനിപ്പോൾ നമ്മളെ പുനലൂരിൽ ഹിൽസ് ഔട്ട് കയറിയതുള്ളൂ. കയറിയപ്പോൾ എന്തെങ്കിലും മഴ കാണുന്നുള്ള പ്രതീക്ഷയാണ്. നമ്മൾ കുടയും അതുപോലെ കോട്ട് സൈഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പം മഴയുടെ അഭിഷേകം എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ നല്ല കിടിലൊരു മഴ, അതായത് നമ്മൾ ബൈക്കിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു കടയിലാണ് കുറച്ചേരം കയറി നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഏകദേശം ചെങ്കോട്ട കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. എന്നാലും വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മഴയിൽ നിന്ന് ഇത്രയും ഇതൊക്കെ ആയി വന്നതിന് ശേഷം വലിയ ചൂടറിയുന്നില്ല. അപ്പോൾ ഈ റൈഡിങ്ങിൻ്റെ അതായത് ഈ മഴയുടെ ഇടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഈ തമിഴ്നാട്ടിലെ വണ്ടികളാണ് കേട്ടോ. ഒന്ന് ഹൈബൂഷയും പിന്നെ ഒന്ന് 3Xൻ്റെ മറ്റേ ഒരു വണ്ടി അപ്പാച്ചിയോ അങ്ങനെ ഏതൊരു ഓർമ്മയാണ് കേട്ടോ. ഹൈബൂഷ ഫ്രണ്ടിൽ കൂടെ പോയപ്പം നല്ല മഴയാണ്. ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. ഫോണെല്ലാം ഞാൻ കോട്ടിനകത്താണ് വെച്ചിട്ട് വന്നതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് മേക്കര ഡാമിൻ്റെ അടുത്ത് ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണിച്ചാൽ, അതായത് ഞാൻ കുറച്ചു മുന്നോട്ട് പോയി. അതായത് നമ്മുടെ ഈ ഒത്തിരി പേരോട് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ മേക്കര ഡാമിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. തൊട്ടടുത്താണ് നമ്മൾ ഈ ഒരു ക്ഷേത്രം വരുന്നത് തന്നെ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ ഈ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്നത് നേരെ ഡാമിൻ്റെ അടുത്താണ്. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നത് നേരെ നമ്മൾ ആ ഒരു ടെമ്പിളാണ്. അപ്പോൾ ഈ ടെമ്പിൾ ഏറ്റവും പ്രത്യേകം പറയുമ്പോഴത്തേക്ക് ഫോറസ്റ്റിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ ഏതാണ്ടൊരു 9 മണിക്ക് തൊട്ട് 9-10 മണി തൊട്ട് 5 മണി വരെ ഉള്ളു. അപ്പോൾ ഈ 5 മണി കഴിഞ്ഞാൽ പിന്നെ ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആനിമൽസൊക്കെ വരും എന്നുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി കുറച്ചുകൂടി ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ ഇല്ല, അത് ഡിസ്റ്റൻസിലില്ല. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ക്ഷേത്രം 2 വട്ടം ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാതെ ഞാൻ ഇതേ പോകുന്ന വഴികളൊക്കെ തന്നെയാണ് കേട്ടോ പോയത്. അപ്പം പോകുമ്പോൾ നല്ലൊരു കിടിലൊരു വ്യൂ പോയിന്റ്. ഞാൻ പിന്നെ അവിടെ നിർത്തി മൂളുമഞ്ഞ് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ നമ്മളെ ഈ ഡ്രോണോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഇല്ലെങ്കിൽ കാണിച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടെമ്പിളിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടോ, അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടോ ആ വഴിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ കോട്ട് ഊരിയിട്ടപ്പോഴത്തേക്ക് നല്ല കിടില മഴ. പിന്നെ ഏറ്റവും ഞാൻ അവിടെ ഒന്നുകൂടി ഇട്ടിട്ട് അവിടെ ഇറങ്ങിയത്. എന്തെങ്കിലും കോട്ട് എടുത്തിട്ടിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് കാണുന്ന വഴി തന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ മതി. അത്യാവശ്യം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് റോഡിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ നേരെ ഈ കയറി പോകുന്ന ഒരു ഫോറസ്റ്റിനകത്തു കൂടിയാണ് കേട്ടോ. അപ്പം ടൈം കറക്റ്റ് പറയുമ്പോൾ 9 to 5 മണി വരെ ഉള്ളു. അത് കഴിഞ്ഞാൽ അലൗഡ് ആയിരിക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് 1-2 കൊച്ച് 3-4 വീടൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഈ വഴിക്കൂടെ തന്നെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ നോക്കി വെക്കുക. അപ്പം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അടിക്കുമ്പോഴത്തേക്ക് ഡാമിൻ്റെ തൊട്ട് ബാക്കിലാണ് പോകുന്നത്. ഞാൻ അവിടെ പോയി അവിടെ ഉള്ള എല്ലായിടത്തും ഈ സ്ഥലം ചോദിച്ചപ്പോഴത്തേക്ക് അവിടെയുള്ള ആർക്കും അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ ആ എൻട്രി ഉള്ള ആരുടെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അപ്പം ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മഴയുടെ ഇടയ്ക്ക് ഒരു ഹൈബൂഷ വണ്ടി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരെ നിർത്താനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല മഴയാണ്, മൊത്തം തമിഴരാണ് കേട്ടോ. നല്ല കിടിലം വണ്ടിയാണ്. ഹൈബൂഷ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 18 ലക്ഷത്തിന് മേപ്പോട്ടാണ് റേറ്റ് വരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് പാസ് ചെയ്ത് പോയത്. അപ്പോൾ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു തീർച്ചയായിട്ടും. അപ്പം അവർ ഒത്തിരി ടീമുണ്ടായിരുന്നു, അത് 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം ഇവിടെ ചെറിയൊരു കനാല് പോലെ കാണുമേ. അപ്പോൾ ഈ കനാല് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നു, അത് ശ്രദ്ധിച്ചോണം. അപ്പം ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ചെറിയ വീടുകൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്.
നിങ്ങൾ ഈ ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്ക് ദാണ്ടെ ഇവിടെ ഒരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ തന്നെ പോയാൽ മതി. അവിടെ ലാൻഡ് മാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടുന്ന് കുറച്ചുകൂടി നേരെ മുന്നോട്ട് തന്നെ പോയാൽ മതി കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഫോറസ്റ്റിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴത്തേക്കുള്ള നമ്മളെ തന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് പ്രകൃതി തന്നെ ഒരുക്കി തരുന്നത്. അപ്പം മിസ് ചെയ്യരുത്. ഇത് നമ്മൾ മേക്കര ഡാമിന് കുറച്ചുകൂടി വരാവുന്ന ദൂരമുള്ള സമയം കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വന്ന് കാണുക. അപ്പോൾ ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ ലെവലാണ്. അപ്പം ഞാൻ ഈ ഇപ്പം മുമ്പ് ഈ റോഡൊക്കെ ഡാമേജ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി വെച്ചിട്ട് ഏതാണ്ടൊരു കുറച്ച് കിലോമീറ്ററൊക്കെ നടക്കേണ്ടിയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഈ റോഡ് ഇത് വെച്ചത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെ പോവാം. അതുപോലെ നമ്മളതിനകത്ത് ഏറ്റവും നല്ല കാഴ്ച പറയുമ്പം ആ വഴികൂടെ പോകുമ്പോൾ ആ മലയും അതുപോലെ ആ മൂടൽ മഞ്ഞും ഒക്കെയാണ്. പക്ഷേ ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ കുറച്ചും കൂടി തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ നിന്ന് കയറാവുന്ന കുറച്ച് ദൂരമുള്ളൂ. അതുപോലെ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അലൗഡ് അല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ അകത്ത് ഇപ്പോൾ അതേ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് വരെ നമുക്ക് വരേണ്ട ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം അനുസരിച്ച് വരാൻ നോക്കുക. ഒത്തിരി പേര് മേക്കര ഡാമിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ക്ഷേത്രം ഉണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് നമ്മൾ ആ ഫോറസ്റ്റിനകത്തുള്ള ഒരു വ്യൂ കാഴ്ചയാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് തന്നെ വിസിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് വന്നത്. എനിക്ക് ആദ്യമേ വന്നപ്പോൾ ചില സമയങ്ങളൊക്കെ ചില വഴിയിലൊക്കെ തെറ്റിയായിരുന്നെങ്കിലും കറക്റ്റ് ഞാൻ കാളയാമൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത വ്യൂ എന്ന് പറയുമ്പം സുടലിമട കാവലാട്ടിക്കുന്നത്. நான் 2 தடவை வந்திருக்கேன். 2 தடவை வந்ததில் 2 தடவையும் பார்க்க முடியல. இப்போ இந்த தடவை கண்டிப்பாக பார்க்கணும்னு நினச்சதான் இங்கே வந்தேன். അപ്പോൾ നമ്മൾ അടുത്ത വന്നിരിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ മൈക്കൊന്നും എടുത്ത് കണക്ട് ചെയ്തിട്ടാ. മൈക്കെടുത്ത് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ മഴ നടക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ നല്ല കാറ്റും ഉള്ളതുകൊണ്ട് സംസാരിക്കുന്ന ക്ലിയറായിട്ട് കേൾക്കുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തെങ്കാശിയിലെ വനഭദ്രകാളി ടെമ്പിളിൻ്റെ അടുത്താണ്. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. ഞാൻ 2ാമത്തെ വട്ടം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, എന്നിട്ടുള്ള എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം തെങ്കാശിയിലെ വീഡിയോ എടുത്തിട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഭാഗം വരെ വന്നു. അതായത് മേക്കര ഡാമിന് തൊട്ട് ബാക്കിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പം അവിടം വരെ വന്നിട്ട് തിരിച്ച് ഞാൻ പോയത് റിട്ടേൺ കാണാൻ പറ്റാതെ. പക്ഷേ ഈ വട്ടം ഞാൻ കണ്ടിരിക്കുന്നു പറഞ്ഞ് ഞാനിപ്പോൾ നമ്മൾ ഭദ്രകാളി ടെമ്പിളിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ കറക്റ്റ് സ്വരൂപം നോക്കുമ്പോഴത്തേക്ക് കാളിയുടെ ഒരു രൂപത്തിലാണ് സ്വരൂപം കാണിക്കുന്നത്. അതുപോലെ ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് കേട്ടോ. ഇത് ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ തൊട്ട് 5 മണി വരെ എണ്ണ അലൗഡ് ഉള്ളു. അപ്പം ആ ഒരു സമയത്താണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ശിവനെ ഒന്ന് കാണാം. ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം അകത്ത് ഫ്രണ്ടിൽ നമ്മളെ കാളി അമ്മയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ സുടലി മടൻ. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇവിടെ നമ്മളൊരു ഒരു ദൈവമുണ്ട്, എനിക്ക് പേര് അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ നിന്നടുത്ത് ഈ ചെറിയൊരു കയറ്റം കയറിയിട്ട് നമ്മളെ ശിവനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ശിവനെയും കണ്ടുകൊണ്ട് അടുത്ത് ഇവിടെ ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കൊരു സിദ്ധർ ഇവിടെ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിദ്ധർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ധ്യാനത്തിനകത്ത്. ഇവിടെ ഒരു സർപ്പത്തിൻ്റെ ഒരു ശില്പം കൂടി ഇവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഇതിൻ്റെ മേളിൽ വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് തിരുമലൈ കോവിലിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. കാണുന്നത് വേണ്ട, നമ്മൾ കറക്റ്റ് ഒരു ഫോറസ്റ്റിനകത്താണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു അമ്പലം രണ്ടാത്തോട്ടം തിരക്കി പിടിച്ച് ലാസ്റ്റ് ഒടുവിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പോൾ വളരെ ശക്തിയുള്ള ഒരു ഭദ്രകാളി ദൈവമാണ്. അതേപോലെ നമുക്ക് ഭദ്രകാളി രൂപം പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന തന്നെ ഒരു വലിയ അനുഗ്രഹം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഭദ്രകാളി ടെമ്പിളിൻ്റെ അടുത്തോട്ട് തന്നെ പോകാം. സത്യം പറയാൻ നല്ല കാറ്റുണ്ടോ ഞാൻ പറയുന്ന കേൾക്കാം. എപ്പോഴും ഇവിടെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ. അതുപോലെ ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ വോയിസ് ചെയ്യുമ്പം കിട്ടുന്ന പോലും ഇല്ല. അതായത് നമ്മുടെ കൊടും കാട്ടിൻ്റെ നടുവിലായിട്ട് ഉഗ്ര രൂപത്തിൽ നമ്മുടെ കാളിയമ്മൻ ദർശനം കിട്ടും. അതേപോലെ വളരെ ശക്തിയേറിയൊരു അമ്പലമാണെന്ന് അറിയപ്പെടുന്നത്. അതേപോലെ ഈ അയ്യപ്പ സീസണൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ ആൾക്കാർ ഇവിടെ കുറവാണ്. എടാ കാളിയമ്മൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഫുള്ളും അതായത് ചുറ്റും മലയാണ് കേട്ടോ. അതേപോലെ നിങ്ങളിവിടെ വരണം എന്നുള്ളവർ ഞാൻ നമ്പർ കാണിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. അത് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ലൊക്കേഷൻ കാണിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ മേക്കര ഡാമിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഞാൻ അങ്ങനെയാണ് വന്നത്. 2 വട്ടം വന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോയതാണ്. പക്ഷേ ഈ വട്ടം വന്നപ്പോൾ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് അവിടെ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഇല്ലെങ്കിൽ നിങ്ങളിപ്പം വരുമ്പോഴത്തേക്ക് നമ്മുടെ മേക്കര ഡാം നിങ്ങൾ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിക്കുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ ഇത് സുടലൈമടൻ നമ്മളെ കറുപ്പസ്വാമിയുടെ ഒരു രൂപമാണ് നമുക്ക് കാഴ്ച അതായത് ദർശനം കിട്ടുന്നത്. ഇവിടെ ഇപ്പം പൊതുവെ ആൾക്കാർ കുറവാണ്. ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. നമ്മുടെ കാളിയമ്മൻ ഉഗ്രരൂപത്തിൽ നിൽക്കുന്ന കാഴ്ച. അപ്പോൾ മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരു ദിവസം തെങ്കാശ്ശേരിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള സ്ഥലങ്ങളും വന്ന് സന്ദർശിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പൂജ കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നപ്പോൾ ഞാൻ വന്നപ്പം തന്നെ കറക്റ്റ് 11:30-12 മണി ആവാറായി. അതേപോലെ നമ്മൾ ഈ കയറുന്നതിൻ്റെ എൻട്രിയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് കാണാൻ സത്യം പറഞ്ഞാൽ നല്ല ലെവലാട്ടോ. എൻ്റെ വണ്ടി തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മുമ്പ് ഈ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓഫ് റോഡായിരുന്നു മൊത്തത്തിൽ. എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഏറ്റവും അവിടെ ഇട്ടിട്ട് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നടന്നു വരാൻ. വണ്ടി ഓൺ വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി വരും. ചില വണ്ടിക്കാണെങ്കിൽ പാടാ വരുത്ത പോലില്ല. പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ആ റോഡ് ഫുള്ളും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വഴിക്കൂടാണ് വന്നത് തന്നെ. അപ്പോൾ നമുക്കിവിടെ വണ്ടി വെക്കാനുള്ള സൗകര്യമുണ്ട്. വണ്ടി ഇവിടെയൊക്കെ വെച്ച് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കാളിയമ്മൻ്റെ ഒരു ശില്പരൂപം വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ കയറുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഗണപതി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഗണപതിയെയും അതുപോലെ സർപ്പദൈവങ്ങളെയും കാണിക്കാം. എന്നമ്മ ആമാ മലയാളി കൊല്ലം. ഇതിൽ വീഡിയോ എടുക്കற ഇതിലെടുത്ത് ഇവർക്ക് വേണം. மொத்தமாக ஞாயிற்றுக்கிழமை லீவ் கிடைக்குது. அந்த இடத்துல 4-5 இடம் பார்த்ததுக்கப்புறம் இங்கிட்ட வருவேன்.
ഏ ആ ആ ആ ഓ ഓ ആണല്ലേ ആ ശരി ശരി. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജയുടെ എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ കാണുമല്ലേ? പൂജയുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. ഇപ്പോൾ ക്ഷേത്രം ഇവിടെ ആണെങ്കിൽ അതിന് തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ കട വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. പുറത്ത് നിന്ന് പിന്നെ മേടിച്ച് വരേണ്ട ஆவசியம் எல்லாம் ഇവിടെ തന്നെ உண்டே. நான் இந்த கோயிலுக்கு தடவை வரேன். திருமலை கோயில்ல இருந்து பக்கத்துல தான் இந்த கோயில் இருக்கு. மேற்கரையில வட பத்திரகாளியம்மன் கோவில். முத தடவை வர நீ? நான் ஃபர்ஸ்ட் டைம் வரேன். ஓகே. ஃபேமிலி ஆட்ட வந்திருக்கியா? ஆமா, எங்க அம்மா பாட்டி எல்லாரும் ஃபர்ஸ்ட் தடவையா? ஆமா, எல்லாரும் ரெண்டாவதா? சரி சரி. ഓക്കെ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് പുളിയോദര എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം പുളിയോദര കഴിക്കുന്നത്. വന്നപ്പം കിട്ടിയാണ്. ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. நான் டாக்டர் அனிலா, தென்காசி மேக்கரை வனபத்திரகாளியம்மன் கோயில் நிர்வாகி. நம்ம கோயில் வந்து தென்காசியில் மேக்கரையில் இருக்குது. மேக்கரை டேமுக்கு போகக்கூடாது. டேமுக்கு பக்கத்துலேயே மேக்கரை ஊர்லேருந்து நம்ம கோயிலுக்கு ரூட்டு கேட்டால் யாருனாலும் சொல்லுவாங்க. நம்ம போர்டும் வச்சுருப்போம் கோயிலுக்கு. சரிங்களா? அந்த ஏதாவது டவுட்ஸ் இருந்தால் கோயில் நம்பர் கொடுத்துருக்கோம், அந்த நம்பருக்கு கால் பண்ணுங்கள். இப்போ நிறைய பேர் இங்கே வராங்க. வரும்போது கரெக்டாக லொக்கேஷன் வந்து நம்ம மேக்கரை டேமுக்கு பின்னாடி தான் காமிக்குது. இப்போ அங்கே வந்ததுக்கப்புறம் இந்த லொக்கேஷனை கரெக்டாக காமிக்க முடிய மாட்டேங்குது. ஆனால் போர்டு வைக்கிறேன் நாங்கள். போர்டு இப்போ இங்கே 2 இடத்துல போர்டு இருக்குது. அதனால தான் நானும் இப்போ இந்த 2 ரோடுமே ஒர்க் நடந்துட்டு இருக்கு. அதனால தான் ஒரு சின்ன கன்ஃபியூஷன். இப்போ ஒரு ரோடு இங்கே டேமேஜ் ஆரம்பிச்சு. ஆமாம் ஆமாம் ஆமாம். இப்போ டேம் ரோடு ஓப்பன் பண்ணிட்டாங்கன்னா பிரிட்ஜ் ஒர்க் முடிஞ்சிருச்சுன்னா அந்த ரோடு ஃபுல்லாகவே நம்ம ரெகுலராகவே அந்த ரோடு யூஸ் பண்ணிக்கலாம். இந்த பூஜை டைமில் பூஜை டைம் வந்து மார்னிங் 10 to 1 PM, அதுக்கப்புறம் 3 to 5 PM. இங்கே இதுக்குள்ள இந்த ஃபாரஸ்ட் ஏரியா தானே? ஃபாரஸ்ட் ஏரியா. ஆனால் 5 o'clock மேலே அலௌட் இல்லைன்னா அனிமல்ஸ் வரும். அதனால சேஃப்டி இல்லை. ஓகே. பூஜை இருக்கும். செவ்வாய் வெள்ளி பூஜை இருக்கும். செவ்வாய் வெள்ளி அன்னதானம் இருக்குது. அதுக்கப்புறம் அமாவாசை பௌர்ணமிக்கு சிறப்பாக இருக்கும். எல்லா அபிஷேகமும் நடக்கும். 12 மணிக்கு பூஜை நடக்கும். 11 மணிக்கு അഭിഷേകം സ്റ്റാർട്ട് ആവും. ശരി. അപ്പോൾ നമ്മൾ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മടങ്ങവേ ചെങ്കോട്ട മുതൽ നമ്മുടെ പുനലൂർ കഴിയുന്നത് വരെ നല്ല മഴയായിരുന്നു. ഞാൻ കൊല്ലം എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം 1-2 ഇടത്തൊക്കെ നല്ലോണം ഉറച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഞാൻ കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഹിഡൻ പ്ലേസ് ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊന്നും ഇതുവരെ ആരും അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഹിഡൻ പ്ലേസ് ആണ്. അതായത് നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അലൗഡ് അല്ല. ചുറ്റിനും മലയാണ്. അതിന് സെൻട്രലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ അവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഹിഡൻ പ്ലേസ് ആണ് മല. നമ്മളെ അമ്മാരത്തൊരു വ്യൂ ആണ്. അതുപോലെ ഇപ്പോൾ ഈ മഴ സീസണും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഹിഡൻ പ്ലേസ് ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോയി സ്പോട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ മേക്കര ഡാം വരുന്നവരാണെന്നുണ്ടെങ്കിൽ, ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ കയറാം. അപ്പം ശ്രദ്ധിക്കുക, 9 മണി തൊട്ട് 5 മണി വരെ മാത്രമേ ഉള്ളൂ അലൗഡ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പം ഞാൻ അവിടെ നിന്ന് പറയുന്ന ഫുള്ളും നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റാണ്. അതായത് ഏകദേശം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തിരുമലക്കോവിൻ്റെ ഒരു സെൻറ്റർ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഇതിന് മുന്നേ ഇവിടെ ഒരു റിസോർട്ടാണ് പണിയാനിട്ടിരുന്നതാണ്. അതിനുശേഷം ഇപ്പം ഇവിടുത്തെ ഒരു അധികൃതരുടെ സ്വപ്നത്തിൽ ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനം അവർ പറയുകയും അതിനുശേഷം അവരിവിടെ നമ്മളീ ഭദ്രകാളി ടെമ്പിളിന് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്നത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല. അപ്പം നല്ലൊരു ഹിഡൻ പ്ലേസ് ആണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരുടെ സപ്പോർട്ട് വേണം മച്ചാന്മാരെ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാറയ്ക്കകത്ത് നിന്ന് കൊത്തി പണിഞ്ഞ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇനി അടുത്ത കവർ ചെയ്യാൻ പോകുന്നത്. അത് ഇനി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം.